വിനോദ് സർ, ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ 25% തീരുവ നിശ്ചയിച്ചിരിക്കുന്ന സംഗതി എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക, ആപ്പിൾ കമ്പനിയെ ബാധിക്കുക, ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ആപ്പിൾ ഉൽപ്പന്നങ്ങളെ ബാധിക്കുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിലുള്ള ഒരു പങ്ക്, ഇത്തരം ഈ സംഗതിയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? നീതു, ഈ ട്രംപിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ തോറ്റു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇയാൾക്ക് വെള്ളിയാഴ്ച ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്, പണ്ട് പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. ഇത് ഇവിടെ ആളുകൾ ഇയാളെ വാഴ്ത്തിക്കൊണ്ട് നടന്നിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞതാണ് ഇയാൾ പ്രശ്നം ഉണ്ടാക്കും, ഇത് ഈ പറയുന്നത് പോലെ. ഓർമ്മയുണ്ടാവും നമ്മുടെയൊക്കെ ഈ തുടക്കത്തിൽ ട്രംപ് വന്നപ്പോ എന്തായിരുന്നു നമ്മുടെ ആളുകൾ, കാഴ്ചക്കാരും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ആളുകൾ മനസ്സിലായി ഇയാൾക്ക് ബോധവും വെളിപാടും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കണം എന്നുള്ളത്. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ആപ്പിളിന്റെ സിഇഒ വിളിച്ച് അദ്ദേഹം പറയുണ്ടായി, നിങ്ങൾ ഇങ്ങനെ പിന്നെ ചൈനയിൽ നിന്ന് വിട്ടത് ഓക്കെ, ഈ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ആപ്പിൾ ഉണ്ടാക്കി തുടങ്ങിയത് അത്ര ശരിയായിട്ടില്ല, ഇത് അമേരിക്കയെ കൊണ്ടുവരണം, ഇല്ലേ പ്രശ്നം ഉണ്ടാക്കും ഞാൻ എന്ന് പറഞ്ഞു. ഈ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ പോലെ ഒരാൾ പറയുമ്പോൾ ഒരു വലിയ കമ്പനിക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആപ്പിള്, ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളൂ, നിങ്ങൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ അവർ പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ആപ്പിൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് അമേരിക്കയെ വിൽക്കുകയാണെങ്കിൽ അതിന് 25% ടാക്സ് അടിക്കും എന്നാണ്. ഇപ്പൊ 0% ആണ് ടാക്സ്. ഇന്ത്യയിലും ചൈനയിലും ഉണ്ടാക്കുന്ന, അപ്പൊ ചൈനയ്ക്ക് ഡ്യൂട്ടി അടിച്ചു കഴിഞ്ഞപ്പം ഇന്ത്യയിൽ നിന്നായി മുഴുവൻ. അപ്പോ 25% ടാക്സ് അടിക്കുമെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ആഗോള സാങ്കേതിക മേഖലയിലും വ്യാപാര ബന്ധങ്ങളിലൊക്കെ വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുള്ള ഒന്നാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യയിൽ ആപ്പിളിന് ഏകദേശം 1.3 ലക്ഷം വരെ, 3 അല്ലെങ്കിൽ 1.5 ലക്ഷം, അത് ഓരോ മോഡൽ അനുസരിച്ച് 1 മുതൽ 1.5 ലക്ഷം വരെ വിലയുള്ളപ്പോൾ ഇത് അമേരിക്കയിൽ വളരെ വില കുറവാണ്. ഏകദേശം 80,000 രൂപ 85,000 രൂപയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അതിലും താഴെയാണ് ഏറ്റവും കൂടിയ മോഡൽ. കാരണം നമ്മുടെ ഇവിടെ ടാക്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ 10 ഇരട്ടി ശമ്പളമുള്ള അമേരിക്കക്കാരൻ, അവന് ഇപ്പൊ നമ്മുടെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ഒരു ഐഫോൺ മേടിക്കാൻ പറ്റുന്ന എത്ര പേര് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ട. നേരെ മറിച്ച് അവിടെ ആർക്ക് വേണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ഐഫോൺ മേടിക്കാം, എന്നാൽ അവർ മേടിക്കാറില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കമ്പനിയാണ് ഇത് മേടിച്ച് ഇവർക്ക് മിക്കവാറും എല്ലാവർക്കും കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. എന്നിട്ട് അത് അവരുടെ പിന്നെ ഈ ഫോൺ ചാർജിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ അവർക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാമെങ്കിൽ പോലും അമേരിക്കക്കാരൻ പൈസ കൊടുത്ത് ആപ്പിൾ ഫോൺ വാങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനി അതിനകത്ത് 25% ഡ്യൂട്ടിയും കൂടെ കൊടുക്കേണ്ടി വരുമ്പോൾ ഇവൻ കൊടുക്കൂല. ഇവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. അമേരിക്കയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെക്കാളും വളരെ വില കുറവാണ്, അത് സത്യമായ കാര്യമാണ്. അവർക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ട്രംപിന്റെ വാക്കുകൾ, ട്രംപ് പറഞ്ഞ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകാം, പക്ഷേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ത്യയിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ താരിഫ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റില്ല അമേരിക്കയിൽ, ഇതാണ് പറഞ്ഞത്. അപ്പൊ ആപ്പിള് ഈ ഓഫ് ഷോർ നിർമ്മാണം തുടരുകയാണെങ്കിൽ 2025 മുതൽ ജൂൺ മുതൽ 25% ഇറക്കുമതി, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച ആപ്പിൾ അമേരിക്കയിൽ വിൽക്കുകയാണെങ്കിൽ 25% ഇറക്കുമതി താരിഫ് കൊണ്ടുവരും. അപ്പൊ മാത്രമല്ല, ഇപ്പൊ ആപ്പിളിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റൂല, അപ്പൊ സാംസങ്ങിനും വരും. സാംസങ്ങിന് നികുതി ചുമത്താതെ ആപ്പിളിന് മാത്രം നികുതി ചുമത്തുന്നത് ശരിയായിരിക്കില്ല എന്നും അയാൾ പറഞ്ഞപ്പോ പറഞ്ഞത് ഇത്ര നാൾ ആപ്പിൾ എന്നാണ്. വീണ്ടും പറയുന്നത് ഈ ആപ്പിൾ എന്ന് പറയുന്ന ഫോണിനെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആപ്പിളിനും ഗൂഗിൾ ഫോണിനും ഒക്കെ ഈ പ്രശ്നം വരും. ഇതൊന്നും അമേരിക്കയിലല്ല ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പറയുന്നത്, അമേരിക്കയിൽ ഈ ഫോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന്റെ 3 ഇരട്ടി ചെലവ് വരുമെന്നാണ് പറയുന്നത്.
3 ഇരട്ടി അല്ലെങ്കിൽ 2.5 ഇരട്ടി എങ്കിലും ചെലവ് വരും. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പിന്നെ ജോലി അവിടെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ഈ നീക്കം ആപ്പിളിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25% താരിഫ് അമേരിക്കയിൽ ഇത് ഉണ്ടാകുകയാണെങ്കിൽ ഫോൺ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സംവിധാനം ഉള്ളത് കൊണ്ട് അവർ ഫോൺ 1 വർഷം 2 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് വരികയാണെങ്കിൽ ഇനിയിപ്പം മാറ്റും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആപ്പിളിന്റെ ഫോണിന്റെ വിറ്റുവരവ് മാറും, അത് കുറയും എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ വിലയിൽ ഗണ്യമായ വർധന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആളുകൾ വാങ്ങുന്നത് കുറയും. ഇപ്പൊ തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവന വന്നതോടെ ആപ്പിളിന്റെ ഓഹരി വില ഒറ്റ ദിവസം കൊണ്ട് 4% കുറഞ്ഞു. മാത്രമല്ല ഇത് പെട്ടെന്ന് അങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. ചെലവേറും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഇവൻ സമയം എടുക്കും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഫോക്സ്കോൺ, പെട്രോഗ്രോൺ എന്നൊക്കെ ഫോക്സ്കോണും പെഗാഡ്രോണുമാണ് ഇന്ത്യയിൽ ആപ്പിള് ഈ ഫോണുകൾ ഉണ്ടാക്കുന്നത്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ആപ്പിളിന് വേണ്ടി. അപ്പൊ അത് പെട്ടെന്ന് അമേരിക്കയിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപം വേണം. റീടൂളിംഗ് എന്ന് പറയും അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഈ റീടൂളിംഗ് എന്നാണ് പറയുക. ഇതെല്ലാം അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഇതെല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വരും. മാത്രമല്ല അവിടെ ഇതിനുള്ള തൊഴിലാളികളില്ല. ആ തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ടി വരും. ഇവരെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ ഇപ്പൊ ട്രംപ് സമ്മതിക്കൂല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രൊഡക്ഷൻ ഒരുപാട് ഡിലേ വരും. അവരുടെ പുതിയ മോഡലുകൾ പുറത്തിറങ്ങുന്നത് പ്രയാസമാവും. ഇതെല്ലാം ആപ്പിളിനെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അമേരിക്കയിലെ തൊഴിലിന് വളരെ ചെലവ് കൂടുതലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ ചെലവ് കൂടുതലാണ്. ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ ഇന്ത്യയിൽ ചെലവാകുന്നതിന്റെ എത്രയോ ഇരട്ടി ചെലവ് വരും അമേരിക്കയിൽ ചെയ്യാൻ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആപ്പിളിന് ഇതൊരു വലിയ അടിയാണ്. 2, ഈ അമേരിക്കയിലെ ഉപഭോക്താക്കൾ, നിങ്ങളെയും എന്നെയും പോലെ ഈ ഫോൺ വാങ്ങാനിരിക്കുന്നവര് ഉയർന്ന വിലയ്ക്ക് അതായത് ഏകദേശം ഇതിന്റെ 25% മിനിമം എക്സ്ട്രാ ഡ്യൂട്ടി അടിക്കേണ്ടി വരും. ഇനി അമേരിക്കയിലാണ് ഈ സാധനം ഉണ്ടാക്കി വിൽക്കാനാണ് പ്ലാനെങ്കിൽ അടുത്ത പ്രശ്നം വരാമാണ്. ഇതിന്റെ ഫോണിന്റെ വില ഇപ്പൊ 2 ഇരട്ടി 3 ഇരട്ടിയാവും. ഇന്ത്യയിലേക്കാളും വില കൂടുതലായിരിക്കും. അമേരിക്കക്കാർ അവസാനം ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആളുകളോട് പറയേണ്ടി വരും. നമ്മളിപ്പോ അമേരിക്കക്കാരോട് പറയും, വരുമ്പോൾ എനിക്കൊരു ഐഫോൺ കൊണ്ടുതരുമോ എന്ന് പറയുന്നത് പോലെ അമേരിക്കക്കാർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് പോകുന്നവരോട് പറയേണ്ടി വരും, എനിക്കൊരു ഐഫോൺ ഇന്ത്യയിൽ നിന്ന് കൊണ്ടു തരുമോന്ന്. അപ്പൊ ഇതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം. അപ്പൊ ഉൽപാദനത്തിലെ കാലതാമസം, ഞാൻ പറഞ്ഞു, ഇനി ഒരു ഫാക്ടറി അവിടെ സെറ്റപ്പ് ചെയ്ത് അവിടെ ആഭ്യന്തര ഉൽപാദനം നടക്കാന്ന് പറയുന്നത് ഈ ട്രംപ് പറയും പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് താമസിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ മോഡലുകൾ വൈകാനുള്ള സാധ്യത. മാത്രമല്ല നമ്മളിപ്പോ കൊടുത്തോണ്ടിരുന്ന ഒരു പർട്ടിക്കുലർ ഒരു സാധനത്തിന്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന് ഇപ്പോഴുള്ളതിന്റെ 25% എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഫീച്ചേഴ്സ് ഒക്കെ അതുപോലെ തന്നെ, കഴിഞ്ഞാൽ ഫോൺ മാറുന്നില്ലല്ലോ. ഇത് പറയുമ്പോൾ ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അതൃപ്തി വളരെ മോശമായിട്ട് വരും. അപ്പൊ അവര് ഈ ആപ്പിള്, സാംസങ്, ഗൂഗിൾ ഇവരെയൊക്കെ അത് വലുതായിട്ട് ബാധിക്കും. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്പിൾ ഇത് പറഞ്ഞു കേട്ടിട്ട് ഈ ചൈനയിലെ പ്രശ്നമാണ്, നിങ്ങൾ ഇന്ത്യയിൽ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയായിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിൽ വലിയ 2 ഫാക്ടറികളാണ് ഉണ്ടാക്കിയത്. അപ്പൊ നിലവില് ഈ ഐഫോണിന്റെ SE മോഡല് 12, ഐഫോൺ 12, 13, 15 ഇതൊക്കെ ഇപ്പോഴും ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉണ്ടാക്കിയതൊക്കെ ഇവരെവിടെ കൊണ്ട് വിൽക്കും? അപ്പൊ അവര് വേറെ വിപണികളിൽ കണ്ടെത്തേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യയിൽ അഡ്വാൻറ്റേജ് വരും, അമേരിക്കയിലോട്ട് അത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യയിൽ ചിലപ്പം കുറച്ചും കൂടെയൊക്കെ ലാഭത്തിന് ഐഫോൺ കിട്ടാനുള്ള ഒരു ചെറിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ഫാക്ടറി ഇവിടെ നിന്ന് ഊരിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇപ്പൊ അമേരിക്കയിൽ വിൽക്കാതിരിക്കും, ബാക്കി ലോകത്തെ പല രാജ്യങ്ങളിലും വിൽക്കാൻ വേണ്ടി ഈ ആപ്പിളിന്റെ ഇവിടുത്തെ ഫാക്ടറി ഉപയോഗിക്കായിരിക്കും. എന്തായാലും ഇയാളുടെ ഈ പോളിസി ഇങ്ങനെ മാറി മാറി വരുന്നത് എന്ന് പറയുന്നത് ഇത് ആഗോള വിപണിയിൽ വലിയ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. എന്നിരുന്നാലും ഈ നമ്മുടെ ഇവിടുത്തെ ഫോണുകൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഈ ആഭ്യന്തര വിപണിയിലും ഒക്കെ ഇത് വിൽക്കാനുള്ള സാധ്യതകൾ കൂടും. അപ്പൊ എന്തായാലും അതൊരു വലിയ പ്രശ്നം വരാൻ വഴിയില്ല ആപ്പിളിന്റെ ഇവിടുത്തെ ഫാക്ടറിക്ക്. ഇനി അടുത്തത് ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇത് അവിടെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമല്ല എന്ന് ആണ് സത്യം. ഇത് ഇയാളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞ അയാൾക്ക് മനസ്സിലാവുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് പലരും ഇപ്പൊ ട്രംപിൽ നിന്ന് മാറി മാറി, ഈവൻ നമ്മുടെ ഇതിന്റെ CEO ഉണ്ടല്ലോ, ഡോഡ്ജിന്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയാൾ പോലും ഇപ്പൊ ഇതിനകത്തൊന്ന് ഇയാളുടെ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്.
അപ്പൊ അതാണ് അതിന്റെ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ആപ്പിൾ മാത്രമല്ല, ഗൂഗിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, അവർക്കെല്ലാം ഇത് വരും. മാത്രമല്ല, ഇത്തരം ഇന്ത്യക്കെതിരെ നടത്തുന്ന ഇത്തരം ചില പ്രസ്താവനകൾ ഇന്ത്യയും യു എസുമായിട്ടുള്ള വ്യാപാര ബന്ധത്തില് പ്രശ്നം ഉണ്ടാക്കും. അത് അമേരിക്കയ്ക്കും പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മാത്രമായിട്ടല്ല പണി, നമുക്കും നഷ്ടം വരും, അവർക്കും നഷ്ടം വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ആപ്പിളിന് ഒരിക്കലും അമേരിക്കയിൽ സാധനം ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല. അവര് മിക്കവാറും ഇവിടുന്ന് സാധനം കൊണ്ടിറക്കി 25% ഡ്യൂട്ടി അടിച്ച് അവിടെ വെക്കാനാണ് സാധ്യത. പക്ഷേ ഇയാൾ ഈ 25 എന്നുള്ളത് 100 ആക്കിയ പറഞ്ഞാൽ വെച്ചാൽ ഇയാൾക്ക് ഒരു ദിവസം തോന്നുകയാണ് ഇത് 50 ആക്കണം 100 ആക്കണം എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അപ്പൊ ഇതൊരു വലിയ അനിശ്ചിതാവസ്ഥ നിലവിലുണ്ട് എന്നുള്ള സത്യമാണ്. ഇത്തരം തോന്നും പോലെ നടത്തുന്ന ഓരോരോ പ്രഖ്യാപനങ്ങൾ ആഗോളമായിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ കാര്യങ്ങള് ഇപ്പൊ ഇത് അമേരിക്കയിലെ രാഷ്ട്രീയക്കാർക്ക് ഇതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു വോട്ടൊക്കെ കയ്യിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്പനികൾക്ക് ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്ത് ഇത് ഉണ്ടാക്കി മേടിക്കുക എന്നുള്ളത് ഇന്ന് അവർ പരാജയപ്പെടും. ആപ്പിളിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലാഭവിഹിതം കുറയും, ഓഹരി മൂല്യം കുറയുന്നു എന്നുള്ള പ്രശ്നം. യു എസിലെ ഉപഭോക്താക്കൾക്ക് അതേ ഉപകരണത്തിന് കൂടുതൽ വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്നു. ഇന്ത്യയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആഭ്യന്തര, അതാണ് ഇന്ത്യക്ക് ചിലപ്പോൾ ഇത് ഗുണമായി വരും. ഇന്ത്യയിൽ ആപ്പിൾ കുറച്ചും കൂടെ വില കുറഞ്ഞു കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി കുറയും, നമുക്കുള്ള വിദേശ നാണ്യം വരുന്നത് കുറയും എന്നുള്ളതാണ് ഹ്രസ്വം. അപ്പോൾ അടുത്തത്, ഇങ്ങനെ ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത 4 വർഷത്തേക്ക് അമേരിക്കയെ കണ്ടിട്ട് ഇന്ത്യ ഒരു വ്യാപാരവും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. പിന്നെ കിട്ടുന്നതൊക്കെ ലാഭം എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അത് ഇന്ത്യയിലെ വ്യവസായങ്ങൾ ഈ കാര്യം എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം അയാള് 5 പൈസ പുറത്ത് വിടാൻ അനുവദിക്കാത്തതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ ട്രംപിന്റെ നയം. പണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നപ്പോൾ ഇന്ത്യയെ ശക്തമായി എതിർത്തിരുന്നു. ഞങ്ങൾക്ക് ഫ്രീ വിപണി വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന അമേരിക്ക ഇന്ന് ഇതെല്ലാം അവന് വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഉള്ള നയങ്ങളും തന്ത്രങ്ങളും പയറ്റുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. അമേരിക്കയെ നമ്പി ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പൊ അതാണ് നീതു ഇതേക്കുറിച്ച് പറയാനുള്ളത്. യെസ്, എന്തായാലും അടിക്കടി വാക്കുമാറ്റി പറയുന്ന ട്രംപിനെ കണ്ട് ഇന്ത്യയിൽ ഒരു വ്യാപാരം അടുത്തിടെ തുടങ്ങേണ്ട എന്നാണ് വിനോദ് സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്നും ഈ ചർച്ചയിലൂടെ മനസ്സിലാകുന്നത്. ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അമേരിക്ക അതിന് തടസ്സം നിൽക്കുന്നതും അമേരിക്കയുടെ ചില വാഗ്വാദങ്ങളും വളരെ വിചിത്രമാണെന്നതും വ്യക്തമാണ്. എന്തായാലും താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.